നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭരിക്കുന്നത് CPM സർക്കാരാണെന്ന അഹന്തയിൽ അഴിഞ്ഞാടുകയാണ് സഖാക്കന്മാർ. ഇക്കൂട്ടത്തിലെ ഞാഞ്ഞൂൽ നേതാക്കളെ വരെ ഭയക്കേണ്ട ഗതികേടാണ് സാധാരണക്കാരന്. പത്തനംതിട്ട മലയാലപ്പുഴയിൽ ദേശാഭിമാനി പത്രം വരുത്തിയില്ലെന്ന് കുറ്റം ചുമത്തി CPMകാർ ഒരു കുടുംബശ്രീ ഹോട്ടൽ പൂട്ടിച്ചിരുന്നല്ലോ. വെറുമൊരു ഹോട്ടലിനല്ല ഈ ചെന്നായ കൂട്ടം ഷട്ടർ ഇടിച്ചത്. ഒരുപാട് പേർ കത്താണിയായിരുന്ന ഒരു കൂട്ടം പെണ്ണുങ്ങളുടെ കഷ്ടപ്പാടിനു കൂടിയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതുപോലെ എത്രയോ പേരുടെ ജീവിത മാർഗങ്ങളാണ് ഇവറ്റകൾ ഇല്ലാതാക്കിയിട്ടുള്ളത്. CPMകാർക്ക് മാത്രം ഈ നാട്ടിൽ ജീവിച്ചാൽ മതിയോ? ഈ നെറികേടുകൾ കാണിച്ചിട്ട് അപ്പുറത്ത് കവലപ്രസംഗത്തിൽ മുഷ്ടി ചുരുട്ടി ഈ നാറിയ സംഘം പറയും ഇത് തൊഴിലാളി പാർട്ടി, സ്ത്രീപക്ഷ പാർട്ടിയെന്ന്. പക്ഷേ CPMനെ അങ്ങനെ വിടാനൊന്നും ഈ പെണ്ണുങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അവർ വലിയ പ്രതിഷേധത്തിലാണ്. പത്രത്തിന്റെ വാർഷിക വരിക്കാരാകാൻ മടിച്ചതിനാണ് 6 വനിതകൾ ചേർന്ന് നടത്തുന്ന കുടുംബശ്രീ സംരംഭം പൂട്ടിച്ചത്. ഈ സംഭവം ഇപ്പോൾ വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. പാർട്ടി നേതൃത്വത്തിന്റെ സമ്മർദ്ദം മൂലം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നിർദ്ദേശം നൽകിയെന്ന് വനിതാ സംരംഭകർ ആരോപിക്കുന്നു. ഈ വിവരം നിഷേധിച്ചിരിക്കുകയാണ് DTPC അധികൃതർ. 10 വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സംരംഭമാണ് കഴിഞ്ഞ ദിവസം പ്രവർത്തനം നിർത്തിയത്. കോവിഡ് കാലത്തടക്കം നിരവധി സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മലയാലപ്പുഴയിലെ മൗണ്ട് ഇൻ കഫേക്കാണ് പൂട്ടുവീണത്. 10 കുടുംബശ്രീ പ്രവർത്തകർ ചേർന്ന് 10 വർഷം മുൻപ് ആരംഭിച്ച കുടുംബശ്രീ സംരംഭം മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ മലയാലപ്പുഴയിലുള്ള അമ്യൂണിറ്റി സെന്ററിലാണ് മൗണ്ട് ഇൻ കഫേ പ്രവർത്തിച്ചിരുന്നത്. ഇതേ രീതിയിൽ ആറന്മുള, വടശ്ശേരിക്കര, കുളനട എന്നിവിടങ്ങളിൽ ഉണ്ടായിരുന്ന അമ്യൂണിറ്റി സെന്ററുകൾ കാട് പിടിച്ച് നാശത്തിന്റെ വക്കിലാണ്. നിലവിൽ വരുമാനമുള്ള മലയാലപ്പുഴയിലെ അമ്യൂണിറ്റി സെന്റർ നഷ്ടത്തിലാണെന്ന ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബശ്രീ പ്രവർത്തകർ ഉപജീവനത്തിനായി നടത്തിവന്ന സംരംഭം അടച്ചുപൂട്ടുന്നത്. കുടുംബശ്രീയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവ സഹകരണം നൽകിയ മൗണ്ട് ഇൻ കഫേ പ്രവർത്തകർ കോവിഡ് കാലത്ത് പ്രദേശത്തെ വീടുകളിൽ ഭക്ഷണ വിതരണം നടത്തിയതടക്കമുള്ള പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. 2014 ജില്ലയിലെ ഏറ്റവും നല്ല CDS ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഈ കുടുംബശ്രീ ഗ്രൂപ്പിന്റെ വിജയഗാഥ കൈരളിയും ദേശാഭിമാനിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. കുടുംബശ്രീയുടെ നാടക ട്രൂപ്പായ രംഗശ്രീയുടെ പരിശീലനത്തിനടക്കം എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകിയിരുന്നതും മൗണ്ട് ഇൻ കഫേ പ്രവർത്തകരാണ്. കുടുംബശ്രീയുടെ പ്രവർത്തനം പഠിക്കാൻ ജാർഖണ്ഡ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും, ഉഗാണ്ട, അമേരിക്ക, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും അടക്കം നിരവധി പഠന സംഘങ്ങളും ആശ്രയിച്ചിരുന്ന ഈ കുടുംബശ്രീ സംരംഭം അടച്ചുപൂട്ടുമ്പോൾ ജില്ലാ മിഷൻ കാഴ്ചക്കാരായി നിൽക്കുകയാണ്. പാർട്ടി പത്രം വരുത്തിയില്ല എന്നതാണ് ഈ പാവങ്ങൾ ചെയ്തുപോയ തെറ്റ്. 10 വർഷക്കാലമായി ദേശാഭിമാനി പത്രം വരുത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് ഓരോ അംഗങ്ങളും ഓരോ പത്രം വീതം വരുത്തണം എന്ന ആവശ്യം നിരസിച്ചതാണ് തങ്ങൾക്ക് വിനയായതെന്ന് കുടുംബശ്രീ പ്രവർത്തകർ കരുതുന്നത്. ലോൺ എടുത്ത് വാങ്ങിച്ച AC അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗശൂന്യമാകുകയും ലോണിന്റെ തിരിച്ചടവ് മുടങ്ങുകയും ചെയ്യുമെന്നുള്ള ആശങ്കയിലാണ് കുടുംബശ്രീ സംരംഭകർ. എന്നാൽ ആരോപണം DTPC തള്ളി. 10 വർഷമായി ഒരേ സംരംഭകർക്ക് നൽകുന്നതിൽ ഓഡിറ്റിൽ പ്രശ്നം വന്നു. ഇതോടെ നിയമപരമായി ടെൻഡർ വിളിച്ച് മറ്റാളുകൾക്ക് നൽകുകയായിരുന്നുവെന്നാണ് വിശദീകരണം. ഇതാണ് സഖാക്കൾ വിഭാവനം ചെയ്യുന്ന സ്ത്രീ ശാക്തീകരണം. പത്തനംതിട്ടയിൽ CPMനെതിരെ ജനരോഷം ഇളകി നിൽക്കുകയാണ്. ദേശാഭിമാനി പത്രം കീറി ഇവന്മാരുടെ മുഖത്തെറിയുമെന്നാണ് പെണ്ണുങ്ങൾ പറയുന്നത്. ഇതുപോലത്തെ ജനദ്രോഹ നടപടികളാണ് പാർട്ടി ചെയ്യുന്നത്. ഇനിയും ഇതുപോലത്തെ ജനദ്രോഹങ്ങൾ വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല എന്ന് സഹികെട്ട് സ്ത്രീകളാണ് പറയുന്നത്. ദേശാഭിമാനി പത്രം വരുത്തിക്കൊള്ളണമെന്നാണ് ഉത്തരവ്. അതനുസരിച്ചില്ലെങ്കിൽ ഇതുപോലത്തെ നടപടികൾ ഉണ്ടാകും. ഭീഷണിപ്പെടുത്തി പാർട്ടി പത്രം വാങ്ങിപ്പിക്കൽ. പാർട്ടിക്കാർ പോലും തിരിഞ്ഞു നോക്കാറില്ല ഈ പത്രം. എന്നിട്ടാണ് കുടുംബശ്രീക്കാർ വാങ്ങണമെന്ന് നിർബന്ധം പിടിക്കുന്നത്. ഏതായാലും CPMന്റെ സ്ത്രീ ശാക്തീകരണം ബഹുകേമമാണ്. ആ സ്ത്രീകളുടെ ആകെയുള്ള വരുമാനത്തിലാണ് മണ്ണ് വാരിയിട്ടത്. ഒരു വഴിക്ക് സ്ത്രീകളെ ദ്രോഹിക്കും, അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വനിതാ മതിൽ കെട്ടും, രാത്രി നടത്തം പോലത്തെ ഉഡായിപ്പ് പരിപാടികൾ സംഘടിപ്പിക്കും. നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട. ഈ സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ രാത്രി നടത്തമോ വനിതാ മതിലോ മനുഷ്യച്ചങ്ങലയോ ഒന്നും നടത്തണ്ട. ആ പാവങ്ങൾ തട്ടിക്കൂട്ടി കൊണ്ടുപോകുന്ന സംരംഭങ്ങൾക്ക് ഇതുപോലെ പൂട്ടിടാതിരുന്നാൽ മതി. അവർ ജീവിച്ചു പോയിക്കോളും.
അടുത്തിടെ ഇവന്മാരെല്ലാം കൂടെ ചേർന്നാണ് ഒരു സ്ത്രീയുടെ ഗ്യാസ് ഏജൻസി പൂട്ടിച്ചത്. പണിയെടുത്ത് ജീവിക്കുന്നവരെ ഈ വർഗത്തിന് കണ്ടുകൂടാ. തൊഴിലാളി പാർട്ടിയാണ്, സ്ത്രീപക്ഷ സർക്കാരാണെന്ന് കവല പ്രസംഗത്തിൽ മാത്രമേ ഉണ്ടാകൂ. എങ്ങനെയൊക്കെ ബാക്കിയുള്ളവരെ ദ്രോഹിക്കാം എന്നതിൽ ഗവേഷണം നടത്തുന്ന ടീംസ്. അല്ലെങ്കിലും CPMകാർക്ക് എന്ത് വന്നാലും കുടുംബശ്രീക്കാരുടെയും തൊഴിലുറപ്പുകാരുടെയും അങ്കണവാടിക്കാരുടെയും ഒക്കെ മെക്കിട്ട് കയറലാണല്ലോ പണി. പാർട്ടി പരിപാടി നടന്നാലും പാർട്ടി പിരിവ് നടന്നാലും ഇവർക്കാണ് സമാധാനമില്ലാത്തത്. പാർട്ടി പരിപാടിക്ക് ആളെ കൂട്ടണം, ആകെ കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് പിരിവും കൊടുക്കണം. ഉളുപ്പില്ലേ ഈ വർഗത്തിന് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരാനായിട്ട്? എന്തായാലും സംഭവം വലിയ വിവാദമായി മാറുകയാണ്. CPMകാർക്ക് നേരെ വലിയ മുറവിളി ഉയർന്നു. എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷം ഇതൊരു ആയുധമായി കണ്ടിട്ടുണ്ട്. അവർ പ്രതിഷേധത്തിന് ഇറങ്ങിയിട്ടുണ്ട്. കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഹോട്ടൽ സംരംഭകരെ മുന്നറിയിപ്പില്ലാതെ ഒഴിപ്പിച്ചതിനെതിരെ സമരം നടത്തുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. ഹോട്ടലിൽ ഇപ്പോൾ ഒരു ദേശാഭിമാനി പത്രം ഉള്ളത് പോരാതെ ഓരോ അംഗങ്ങളും 1 വർഷത്തേക്ക് പത്രത്തിന്റെ വരിക്കാരാകണമെന്നും തുക മുൻകൂട്ടി അടയ്ക്കണമെന്നും പ്രാദേശിക CPM നേതാവ് ഹോട്ടലിലെത്തി ആവശ്യപ്പെട്ടുവെന്നും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അതിന് സാധിക്കില്ലെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെ അധികൃതരെ കൊണ്ട് ഇത്രയും വേഗം നടപടിക്രമങ്ങളുടെ പേര് പറഞ്ഞ് തങ്ങളെ ഇറക്കിവിട്ടതെന്നും ഇങ്ങനെ ചെയ്യുമെന്ന് പ്രാദേശിക നേതാക്കൾ വരിക്കാരെ ചേർക്കാൻ വന്ന ദിവസം ഭീഷണി മുഴക്കിയിരുന്നതായും ഹോട്ടൽ നടത്തിപ്പുകാരായിരുന്ന കുടുംബശ്രീ വനിതകൾ പറഞ്ഞു. മലയാലപ്പുഴ ടൂറിസം അമ്യൂണിറ്റി സെന്ററിൽ വർഷങ്ങളായി ഹോട്ടൽ സംരംഭം നടത്തിക്കൊണ്ടിരുന്ന കോൺഗ്രസ് അനുഭാവികളായ കുടുംബശ്രീ വനിതകളെ ദേശാഭിമാനി പത്രത്തിന്റെ വാർഷിക വരിക്കാരായില്ല എന്നതിന്റെ പേരിൽ മറ്റു കാരണങ്ങൾ കൂടാതെ രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ ഒഴിപ്പിച്ച നടപടി പുനഃപരിശോധിച്ച് അത് തുടരുവാൻ നടപടി സ്വീകരിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി സാമുവൽ കിഴക്കുപുറം, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ് കുമാർ പൊതിപ്പാട് എന്നിവർ ജില്ലാ കുടുംബശ്രീ മിഷൻ DTPC അധികൃതരോട് ആവശ്യപ്പെട്ടു. ഇടതുപക്ഷ ഭരണത്തിലുള്ള മലയാലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും CPM നേതാക്കളും ഭരണത്തിന്റെ തണലിൽ സ്വജനപക്ഷപാതവും രാഷ്ട്രീയ വിവേചനവും കാട്ടുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കുടുംബശ്രീ വനിതാ സംരംഭകരോട് കാട്ടിയതെന്നും ഇതിനെതിരെ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. എന്തായാലും സ്ത്രീകൾ അങ്ങനെ വെറുതെ ഇരിക്കാൻ തയ്യാറല്ല, അവർ പ്രതിഷേധിക്കുമെന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.